என்ன தம்பி, என்னாச்சு? ஐயோ, உடம்பு பூரா ரத்தம். தம்பி, என்னன்னு சொல்லிட்டு போங்க. என்ன நடந்தது? தம்பி, அம்மா, முருகன் சார் வந்திருக்காரு. அவர் உடம்பு பூரா ரத்தம். ஒண்ணுமே பேசவில்லை. என்னமோ நடந்திருக்கு. முருகா, என்னாச்சு முருகா? അയ്യോ, ആരാ നിന്നെ ഉപദ്രവിച്ചത്? അതോ വല്ല ആക്സിഡന്റ് നടന്നോ? എന്താ പറ്റിയത്? നീ ഹോസ്പിറ്റലിൽ ബാലുവിന്റെ അടുത്തായിരുന്നില്ലേ? പിന്നെ ഈ നിലയിൽ വരാൻ എന്താ കാര്യം? പനി പിടിച്ചു കിടക്കുന്ന ബാലു നിന്നെ തല്ലിയോ? എന്താ സംഭവിച്ചത്? എന്താ പറ മുരുക, പതുക്കെ പതുക്കെ. குமுதம், அந்த டெட்டாலும் கொஞ்சம் காட்டனும் கொண்டு வா, சீக்கிரம். கொஞ்சம் சுடு தண்ணி கூட கொண்டு வா. அப்புறம் ஸ்டோர் ரூம்ல அந்த சின்ன ஷெல்ஃப்ல அதுல பேண்டேஜ் இருக்கு, அதை கூட எடுத்துட்டு வா. ஐயோ, இது ஒண்ணும் இல்லடா. என்னடா இது சின்ன பசங்க மாதிரி? கொஞ்சம் இரு, கொஞ்சம் இரு. டெட்டால் போட்டு துடைக்கலனா செப்டிக் ஆயிடும். இரு இரு, போட்டு தரேன். ஒண்ணும் ஆகாதடா, கத்தாதே, சத்தம் போடாதடா, சத்தம் போடாதே.
മുരുകാ, മുരുകാ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് പല പ്രാവശ്യം ബാലു എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എൻ്റെ മുമ്പിൽ വെച്ച് അമ്മയെ പലവട്ടം അവമാനിച്ചു. അമ്മയെ ഓർത്ത് ഞാൻ എല്ലാം സഹിച്ചു. രക്തബന്ധം ഇല്ലെങ്കിലും ഞാൻ അവനെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് കരുതുന്നത്. ഇന്ന് ത്യാഗുവിൻ്റെ മുമ്പിൽ വെച്ച് ബാലു എന്നോട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ത്യാഗുവിൻ്റെ കൂടെ വന്ന റൗഡി എന്നെ തല്ലുകയും ചെയ്തു. ഞാൻ അമ്മയുടെ സ്വന്തം മകനാണെന്നും അവൻ സ്വന്തം മകനല്ല എന്നുള്ള ചിന്തയുമാവാം അവനെ അലട്ടുന്നത്. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് അവൻ്റെ ദുഃഖവും കോപവും കുറയ്ക്കുന്നതിനായി ഞാൻ ഈ വീട് ഉപേക്ഷിച്ചു പോകുന്നു. അയ്യോ മുരുകാ, വടിവേലു, അമ്മ ഷൺമുഖത്തിട്ട കാരെടുക്ക ചൊല്ലേ. ശരി അമ്മ. ഷൺമുഖം,
എന്നിട്ട് ഒരു വിവരമില്ലേ ചേട്ടത്തി? എവിടെയെല്ലാം അന്വേഷിച്ചു. അവൻ ഏത് തെരുവിൽ അലയുന്നോ, എവിടെ കിടക്കുന്നു, ആർക്കറിയാം. 2 ദിവസമായി വിളിക്കാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു വന്ന് കാണുമെന്ന്. രാത്രി പുറത്ത് ശബ്ദം കേട്ടപ്പോഴൊക്കെ ഞാൻ എഴുന്നേറ്റ് നോക്കി. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, മുരുകൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനും അതാണ് പ്രതീക്ഷിച്ചത്. സുഭദ്ര അവിടെ ഉള്ളതുകൊണ്ട് അവൻ അങ്ങോട്ട് തന്നെ വരുമെന്ന്. പക്ഷേ അവൻ അവിടെ വന്നിട്ടില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവൻ അങ്ങോട്ട് വരില്ല. അവരെ തമ്മിൽ പിരിക്കാൻ ഞാൻ പറഞ്ഞതൊന്നും അവൻ മറന്നു കാണില്ല. അങ്ങോട്ട് വന്ന് അവിടെ താമസിച്ച് അവളുടെ ഭാവി നശിപ്പിക്കണ്ടെന്ന് എൻ്റെ മോൻ കരുതി കാണും. അവൻ്റെ മനസ്സ് അങ്ങനെയാണ് സുശീലേ, എനിക്കറിയാം. ബാലുവിന് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ചേട്ടത്തി, മിണ്ടാനും വയ്യാതെ പാവം മുരുകൻ എവിടെ പോയി കാണും? എനിക്ക് ഓർത്തിട്ട് ശരീരം വിറയ്ക്കുന്നു. പോലീസിൽ പരാതിപ്പെട്ടാലോ? ദേ, അതൊക്കെ കമ്പനിക്ക് മാനക്കേടാവും സുശീലേ. പിന്നെ മിണ്ടാപ്രാണിയാണെങ്കിലും എൻ്റെ മോൻ മണ്ടനും നിർഗുണനൊന്നുമല്ല. അവൻ എൻ്റെ വയറ്റിൽ കുരുത്തതല്ലേ. എന്നാലും അവനെ കാണാതിരിക്കുമ്പോൾ മനസ്സിനൊരു പെടച്ചില് സുശീലേ. അവന് സമയത്ത് ആഹാരം കിട്ടുന്നുണ്ടോ, കിടക്കാൻ ഇടം കിട്ടുന്നുണ്ടോ, അമ്മയെ ഓർത്ത് അവൻ ദുഃഖിക്കുന്നുണ്ടോ? ചേട്ടത്തി സങ്കടപ്പെടരുത്, എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാം. എന്നാലും പോലീസിലൊരു പരാതി കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ആരെങ്കിലും അപകടപ്പെടുത്തിയതാണെങ്കിൽ. എനിക്ക് പേടിയ ചേട്ടത്തി, സ്വന്തം ഭർത്താവ് കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടത് മുതൽ നമ്മൾ വിചാരിക്കുന്നതിലേറെ ദുഷ്ടന്മാരാണ് ചുറ്റുമുള്ളവർ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. പോലീസിൽ പരാതിപ്പെട്ട് അതൊരു വാർത്തയായാൽ ഇനി അത് മതി ബാലുവിന്. അവൻ്റെ മനസ്സ് ഞാൻ കാണണമല്ലോ. എന്നാലും ചേട്ടത്തിക്കെതിരെ ബാലു ഇത്രയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് കുറച്ച് കരുതി പെരുമാറുകയല്ലേ ഇപ്പം ആവശ്യം. ബാലുവിൻ്റെ മനസ്സ് വേദനിക്കുന്നതോർത്ത് ചേട്ടത്തി വിഷമിക്കുന്നു. പക്ഷെ ചേട്ടത്തിയെ എത്ര വേദനിപ്പിക്കാനും ബാലുവിന് യാതൊരു വിഷമവുമില്ലല്ലോ. ചെറിയ പയ്യനല്ലേടി, അവന് പണ്ടേ സ്വാർത്ഥത കൂടും. അതവൻ്റെ രക്തത്തിലുള്ളതാ. എന്നുവെച്ച് അവനെ വെറുക്കാൻ പറ്റുമോ? പാല് കൊടുത്ത് വളർത്തതല്ലേ അവനെയും. ചൊല്ലിക്കൊടുത്തത് മുഴുവനും തലേ കയറിയെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, പഠിക്കുന്നത് സ്വഭാവത്തിൽ വരാൻ പഠിപ്പിച്ചാൽ മാത്രം പോരടി. പഠിക്കുന്നവൻ്റെ രക്തത്തിൽ ആ ഗുണം കുറച്ചുണ്ടാവുകയും വേണം. ഹാ, വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? അല്ല, സുഭദ്ര എന്തു പറഞ്ഞു മുരുകൻ്റെ കാര്യം അറിഞ്ഞിട്ട്? ഞാൻ അറിയിച്ചിട്ടില്ല. വെറുതെ എന്തിനാ അവളെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. പാവം പിള്ളേര്, അവരുടെ ആഗ്രഹം നമുക്ക് നടത്തിക്കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഒരിക്കൽ നിനക്ക് മനസ്സിലാവും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. അല്ല, സുകുമാരന് വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. കൊച്ചേട്ടൻ കുറച്ച് സന്തോഷത്തിലാണ്. പാവം, മുരുകൻ്റെ വിവരം അറിയിക്കണ്ട. വെറുതെ എന്തിനാ അവരെ കൂടെ വിഷമിപ്പിക്കുന്നത്? ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരി ഏട്ടത്തി. എന്താ അമ്മ ഇത്ര നേരം പ്രാർത്ഥിച്ചത്? കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥനയാണല്ലോ. ഏയ് ഒന്നുമില്ല, നീ പോയി കിടന്നുറങ്ങ്. അമ്മ ഇപ്പൊ പ്രാർത്ഥിച്ചത് ആർക്കു വേണ്ടിയാ? മുരുകൻ ചേട്ടന് വേണ്ടിയാണോ? എല്ലാവർക്കും വേണ്ടി. അല്ലാതെ മുരുകന്റെ കാര്യത്തിന് എന്താ എത്ര പ്രത്യേകത? ഞാൻ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാ. കള്ളം പറയണ്ട. അമ്മ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് വരാന്തയിലുണ്ടായിരുന്നു. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു.
എന്തിനാണ് അമ്മ ഇതൊക്കെ എന്നെ വിളിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഒളിച്ചെന്നോ? എന്ത് എന്ത് കേട്ടെന്നാ നീ പറയുന്നേ? എനിക്ക് നിന്നിൽ നിന്ന് ഒളിക്കാൻ എന്താ ഉള്ളത്? മുരുകൻ ചേട്ടൻ എവിടെ പോയി? അത് പിന്നെ എനിക്കറിഞ്ഞൂടാ. കോയമ്പത്തൂരുണ്ടാവും. അമ്മയ്ക്ക് കള്ളം പറയാൻ അറിയില്ല. കള്ളം പറയരുതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും അമ്മയാണ്. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കറിയാം മുരുകൻ ചേട്ടൻ കോയമ്പത്തൂരില്ലാന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചപ്പോ കിട്ടിയനെ. ആ അബ്ബ എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ ആ ഭാഷ എനിക്ക് മനസ്സിലാവും. മുരുകൻ ചേട്ടൻ ആ വീട്ടിലില്ല. നിങ്ങളോട് ആരോടും പറയാതെ എവിടെയോ പോയി. അതെനിക്ക് ഇന്നത്തെ അമ്മായിയുടെയും അമ്മയുടെയും സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, അന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അവര് ചേട്ടനും അനിയനും തമ്മിൽ എന്തോ കശപശയുണ്ടായി. അതേ തുടർന്ന് മുരുകൻ വീട്ടിൽ നിന്ന് പോയി. ഒരു കത്തെഴുതി വച്ചിട്ടാ പോയതെന്ന് ചേട്ടത്തി പറഞ്ഞു. ഇവിടേക്ക് വരുമെന്ന് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ വന്നില്ല. വരില്ലല്ലോ. എങ്ങനെ വരും? ആ പാവത്തെ എല്ലാവരും കൂടി മനസ്സ് മുറിപ്പെടുത്തി ഇവിടെ ഓടിച്ചു വിട്ടതല്ലേ. എന്റെ നല്ല ഭാവി നോക്കാൻ വേണ്ടി ചെയ്ത മഹാകാര്യം. എന്താ അമ്മ എന്റെ നല്ല ഭാവി? എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത, എന്നെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ കൂടെ കഴിയുന്നതോ? അയാളുടെ പിള്ളേരെ പ്രസവിച്ച് വളർത്തി വയസ്സായി ചത്തുപോകുന്നതോ? മനുഷ്യൻ്റെ ആയുസ് ഇത്രയ്ക്ക് നേരത്തേക്കേ ഉള്ളൂ. അത് തീർന്നു പോകുന്നതിന് മുൻപ് സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുമെങ്കിൽ അനുഭവിക്കട്ടെ അമ്മായി. അങ്ങനെ തന്നെ വേണം. എനിക്കിഷ്ടപ്പെട്ടു. മുരുകൻ ചേട്ടൻ ചെയ്തത് നന്നായി. അങ്ങനെ പറയാതെ. പാവം, മിണ്ടാൻ പോലും വയ്യാതെ, എവിടെ പോയി എങ്ങനെ കഴിയുന്നു എന്നൊന്നും അറിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോ നീ ഇങ്ങനൊന്നും കയറി ചേട്ടത്തിയോട് സംസാരിക്കല്ലേ. ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷെ എന്റെ സങ്കടം അമ്മ കാണാത്ത എന്താ? ഇത്രയും കാലം തനിച്ച് ജീവിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരാളോട് അടുപ്പം തോന്നി. ബന്ധവും തടസ്സങ്ങളും ഒന്നും ഓർത്തില്ല. സ്നേഹിച്ചു പോയി. അമ്മയെ സ്നേഹിച്ചതല്ലേ. അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്റെ വിഷമം. മനസ്സിലായിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് അമ്മ ഒരു വാക്ക് അമ്മായിയോട് പറഞ്ഞു. ഈ കല്യാണം നടത്താൻ അമ്മ വിചാരിച്ചിരുന്നെങ്കിൽ അമ്മായി സമ്മതിച്ചേന്. എനിക്ക് നല്ല തീർച്ചയുണ്ട്. അത് നിന്റെ തെറ്റിദ്ധാരണയെ മോളെ. ഞാൻ എത്ര തവണ പറഞ്ഞു ചേട്ടത്തിയോട്. പക്ഷേ ചേട്ടത്തി നിന്റെ നല്ല ഭാവി കണക്കിലെടുത്ത്. ഒരു നല്ല ഭാവി കേൾക്കരുത് എനിക്ക് ആ വാക്ക്. ഇപ്പൊ തീർന്നല്ലോ നല്ല ഭാവി. മുരുകൻ ചേട്ടൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ എന്ത് നല്ല ഭാവിയാ എനിക്ക്. ഞാൻ നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരുത്തന്റെ കഴുത്തിൽ മാലയിട്ടിട്ട് അയാളുടെ വീട്ടിൽ പോയി താമസിക്കുന്നാണോ കരുതിയിരിക്കുന്നത്? അത് തെറ്റി. കല്യാണം നടത്തി തരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ സുഭദ്രയ്ക്ക് പിന്നൊരു കല്യാണമില്ല. അത് അമ്മയും അമ്മായി മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് പിന്നെ എന്നോട് ദേഷ്യപ്പെടാൻ വന്നേക്കരുത്. എല്ലാം നേരെയാവും. അമ്മയ്ക്ക് ഉറപ്പുണ്ട്. നമ്മൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലോ മോളെ. നമ്മുടെ ശത്രുവിനെ പോലും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. വിഷമിക്കാതെ. എന്നാലും അമ്മേ, എവിടെ ആയിരിക്കും മുരുകൻ ചേട്ടൻ?